കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് ഒറ്റഘട്ടമായാണ് വോട്ടെടുപ്പ് നടക്കുക. ഏപ്രിൽ 9-നാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ മെയ് മാസം 4-ന് നടക്കും. അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലും ഏപ്രിൽ 9-ന് തന്നെയാണ് വോട്ടെടുപ്പ്. പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപനാണ് ആദ്യം ചേരുന്നത്. നന്ദൻ, അങ്ങനെ വളരെ സുപ്രധാനമായ 5 നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ. അതിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്നത് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണല്ലോ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന്റെ ഉള്ളടക്കങ്ങൾ പറയുന്നത്. ഗൗതം, 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തുമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളം, അതേപോലെ തന്നെ തമിഴ്നാട്, അസം, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങൾ, പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശത്തുമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ 16-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറങ്ങും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവാനുള്ള തീയതി മാർച്ച് 23-നാണ്. 24-ന് സൂക്ഷ്മ പരിശോധന നടക്കും. ഒപ്പം തന്നെ പത്രിക പിൻവലിക്കുവാനുള്ള തീയതി മാർച്ച് 26-ആണ്. മെയ് 4-നാണ് ഫലപ്രഖ്യാപനം ഉണ്ടാകുക. നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇനി 25 ദിവസം കൂടി മാത്രമാണ് തെരഞ്ഞെടുപ്പ് നടക്കാനുള്ളത്. അതേപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങൾ, ഈ 2 സംസ്ഥാനങ്ങൾ കേരളത്തോടൊപ്പം തന്നെ അസമും പുതുച്ചേരിയും കേരളത്തോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതാണ്. ക്രമസമാധാന നിലയും സുരക്ഷാ ക്രമീകരണങ്ങളും സുരക്ഷാ സേനയുടെ വിന്യാസം കൂടി പരിഗണിച്ചാണ് പശ്ചിമ ബംഗാളിൽ 2 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കാൻ തീരുമാനിച്ചത്. 23-ന് ആദ്യഘട്ടവും ഏപ്രിൽ 29-ന് 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഒപ്പം തന്നെ ഗോവ, ഗുജറാത്ത്, നാഗാലാൻഡ്, മഹാരാഷ്ട്ര, കർണാടക, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിലെ 6 സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. ഏപ്രിൽ 9-ന് നാഗാലാൻഡ്, ത്രിപുര, ഗോവ, കർണാടക എന്നിവിടങ്ങളിലും അതേപോലെ തന്നെ 23-ന് മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 4-ാം തീയതിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലെയും ഫലപ്രഖ്യാപനങ്ങൾ നടക്കുക. ഇതിനോടകം തന്നെ ഈ 5 സംസ്ഥാനങ്ങളിലും മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നിരിക്കുന്നു. അതായത് പുതിയ പ്രഖ്യാപനങ്ങളോ വോട്ടർമാരെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള പദ്ധതികളോ പ്രഖ്യാപിക്കരുത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരുക്കിയിരിക്കുന്നത്. ഏതാണ്ട് 480 കമ്പനി സേനയാണ് പശ്ചിമ ബംഗാളിൽ മാത്രം വിന്യസിച്ചിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് തീയതിയുടെ വിശദാംശങ്ങളാണ് ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ വ്യക്തമാക്കിയത്. ഏപ്രിൽ മാസം 9-ന്, അതായത് അടുത്ത മാസം 9-ാം തീയതി കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. മെയ് മാസം 4-ാം തീയതി ഈ 5 സംസ്ഥാനങ്ങളുടെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ ഫലം മെയ് 4-ന് പുറത്തു വരും. എസ് ശാലിനി കൂടി തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ശാലിനി, അങ്ങനെ ആ കാഹളം മുഴങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നമ്മുടെ സംസ്ഥാനം നീങ്ങുകയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. പ്രത്യേകിച്ച് അവർ A+ കാറ്റഗറി പെടുത്തിയിരിക്കുന്ന ഏതാണ്ട് 52ഓളം മണ്ഡലങ്ങളുടെ സ്ഥാനാർത്ഥികളെ വളരെ പെട്ടെന്ന് പ്രഖ്യാപിക്കുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. CPM സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം നിർണായകമായ ദിനങ്ങളാണ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഇനിയും വരാനിരിക്കുന്നത്?